പ്രശാന്തേട്ടാ, സന്ദീപ് വാര്യറിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. കെ സുരേന്ദ്രന് പണി കൊടുക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് സന്ദീപ് വാര്യർ BJP വിട്ടത് എന്ന സംസാരങ്ങളാണ് ഇപ്പോൾ തോൽവിയുടെ പശ്ചാത്തലത്തിൽ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഒരു അഴിച്ചുപണി BJPയിൽ വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമല്ലേ? സന്ദീപ് വാര്യരുടെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ്. നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും അദൃശ്യനായിട്ടെങ്കിലും ആരെങ്കിലും ഉണ്ടാകുമെന്ന് കരുതാം. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ, ഗൗതം പറഞ്ഞതുപോലെ, സന്ദീപ് വാര്യരുടെ പോക്ക് സുരേന്ദ്രന് വലിയ തിരിച്ചടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സന്ദീപ് വാര്യർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക്, സന്ദീപ് വാര്യർ ഉയർത്തിയ BJPക്കുള്ളിലെ പ്രശ്നങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്നാണ് അത് തെളിയിക്കുന്നത്. ഇതിൻ്റെ ഈ പരാജയത്തിൻ്റെ അർത്ഥം ഒറ്റ വരിയിൽ നമുക്ക് പറയാം: സന്ദീപ് വാര്യർ ശരിയായിരുന്നു, ശരിയാണ്. സന്ദീപ് വാര്യർ ശരിയായിരുന്നു, സന്ദീപ് വാര്യർ ശരിയാണ് എന്ന്. കാരണം ജനം, നമ്മൾ പറയുന്നതല്ല കേട്ടോ, ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്ന കാര്യം അതാണ്. നമ്മളത് വിശകലനം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ പാലക്കാട് ജയിച്ചിരുന്നെങ്കിൽ സുരേന്ദ്രൻ്റെ ഗ്രാഫ് വല്ലാതെ ഉയർന്നേനെ. പക്ഷേ പാലക്കാട് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അതിഭീകരമായ പരാജയമാണ് പാലക്കാട് BJPക്ക് സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും BJPക്ക് ഇങ്ങനെ ഒരു തോൽവി പാലക്കാട് സംഭവിക്കും എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും വിശ്വസിച്ചിരുന്നില്ല. കോൺഗ്രസ് പോലും കരുതിയിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഒരു 10,000 വോട്ടിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. റെക്കോർഡ് ഭൂരിപക്ഷമാണ്. കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ്. 20,000-നടുത്ത് 18,000 ചില്ലുവാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് എക്കാലത്തെയും മികച്ച വിജയമാണ് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാഹുൽ വളരെ മികച്ചൊരു, പാലക്കാട് അവർക്ക് നിർത്താൻ പറ്റിയ കോൺഗ്രസിലെ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു രാഹുൽ. അല്ല, മികച്ച സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവർ നിർത്തില്ലല്ലോ. മികച്ചൊരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ. കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും മികച്ച സ്ഥാനാർത്ഥിയാണ്. പക്ഷേ പാലക്കാട് പ്രാദേശികവാദം ഉള്ളൊരു സ്ഥലമാണ്. നമ്മളത് മനസ്സിലാക്കാതെ പോകരുത്. ആ പ്രാദേശികവാദത്തിനെ തോൽപ്പിച്ചുകൊണ്ട് ഈ BJPയെയും CPMനെയും മാത്രമല്ല, ആ പ്രാദേശികവാദത്തെ പോലും തോൽപ്പിച്ചുകൊണ്ടാണ് രാഹുൽ അവിടെ വിജയിച്ചിരിക്കുന്നത്. അത് രാഹുലിൻ്റെ മിടുക്ക് തന്നെയാണ്. ആ മിടുക്കിനെ നമ്മൾ അംഗീകരിക്കണം. ഒപ്പം ഇവിടെ സുരേന്ദ്രൻ മറുപടി പറയേണ്ടി വരും. പാലക്കാട്ടെ ഈ ഭീകരമായ തോൽവിക്ക് എന്താണ് കാരണം? സുരേന്ദ്രൻ തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും. BJPക്കുള്ളിൽ ഞാൻ ഒരു വലിയ അഴിച്ചുപണി മണക്കുന്നുണ്ട്, അതിന് നല്ല സാധ്യതയുമുണ്ട്. തീർച്ചയായിട്ടും ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം, ഒരു ചെറിയ വോട്ടിനൊക്കെയാണ് തോറ്റിരുന്നെങ്കിൽ, ഒരു 5,000 വോട്ടിനൊക്കെയാണ് തോറ്റിരുന്നതെങ്കിൽ സുരേന്ദ്രന് പറഞ്ഞു നിൽക്കാമായിരുന്നു, കൃഷ്ണകുമാറിന് പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല. ഏതാണ്ട് 20 ശ്രീധരൻ സാറിന് കിട്ടിയതിൻ്റെ ഒരു 5 ഇരട്ടി കനത്ത പരാജയമാണ് കൃഷ്ണകുമാറിന് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് പറയാം, ശ്രീധരനും കൃഷ്ണകുമാറും തമ്മിൽ വലിയ അന്തരമുണ്ട്, അതിനെ തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ എങ്കിലും ഈ പരാജയത്തിൻ്റെ ആഴം വളരെ കൂടുതലാണ്. അത് കൊടുക്കുന്ന ആഘാതം വളരെ വലുതാണ്. ചേട്ടൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരും ദിവസങ്ങളിൽ തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കെ സുരേന്ദ്രൻ ഒഴിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കെ സുരേന്ദ്രൻ ഒഴിയുമോ, കെ സുരേന്ദ്രനെ BJP നേതൃത്വം മാറ്റുമോ എന്ന് എനിക്ക് പറയാനാകില്ല. പക്ഷേ BJPയിൽ ഒരു അഴിച്ചുപണി വരാൻ നല്ല സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ ഇപ്പോൾ മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞാൽ JP നഡ്ഡ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേശീയ അധ്യക്ഷൻ്റെ ചുമതല അദ്ദേഹം താൽക്കാലികമായിട്ട് നിർവഹിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രത്തിൽ മന്ത്രിയാണ്. അപ്പോൾ BJPയിലെ ഒരു നിയമം അനുസരിച്ച് ഒരു വ്യക്തി 2 ചുമതലകൾ വഹിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും JP നഡ്ഡയ്ക്ക് മാറ്റം വരും. പകരം പുതിയൊരു ദേശീയ അധ്യക്ഷൻ വരും അവിടെ. ആ ദേശീയ അധ്യക്ഷൻ വരുന്ന കൂട്ടത്തിൽ പല സംസ്ഥാനങ്ങളിലും മാറ്റങ്ങൾ വരാൻ, ചുമതലകളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിവിടെ കേരളത്തിലും അത് സംഭവിച്ചു കൂടായികയില്ല. കെ സുരേന്ദ്രൻ മാറാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് നമുക്ക് മാധ്യമങ്ങൾ പൊതുവെ വിശകലനം ചെയ്യുന്നു. അത് ഇവിടെ തീർച്ചയായിട്ടും ഈ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനൊരു സാധ്യതയുണ്ട്. അങ്ങനെ 100% ഉറപ്പിച്ച് സുരേന്ദ്രനെ മാറ്റും എന്നല്ല അതിൻ്റെ അർത്ഥം. സുരേന്ദ്രനെ മാറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അഴിച്ചുപണി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇരിക്കട്ടെ, ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തീർച്ചയായിട്ടും സുരേന്ദ്രന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ്
പാലക്കാട്ടെ പ്രഭാരി, BJPക്കുള്ളിൽ ഒരു പ്രഭാരിയുണ്ട്, രഘുനാഥ്. അദ്ദേഹം സുരേന്ദ്രനുമായിട്ട് വളരെ അടുത്ത ആളാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഈ കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ അവിടെ കെ സുരേന്ദ്രൻ്റെ പേര് പരിഗണിച്ചിരുന്നു, ശോഭാ സുരേന്ദ്രൻ്റെ പേര് പരിഗണിച്ചിരുന്നു. ഒരു പക്ഷേ അവർ രണ്ടുപേരിൽ ഒരാളായിരുന്നെങ്കിൽ ഈ ഇങ്ങനെ ഇത്രയും ഭീകരമായൊരു പരാജയം BJPക്ക് അവിടെ സംഭവിക്കില്ല എന്ന് നമുക്ക് തോന്നുന്നു. അത് നമുക്ക് പാർട്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. പ്രാദേശിക നേതാവ് എന്ന് പറയുന്ന അത് പാലക്കാട്ടുകാരൻ എന്നുള്ള ആനുകൂല്യം കൃഷ്ണകുമാറിന് കിട്ടിയില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പത്തനംതിട്ടക്കാരനായ രാഹുൽ അവിടെ വന്ന് മത്സരിച്ചിട്ടും ആ പ്രാദേശിക വാദം അവിടെ ഏശിയില്ല എന്നല്ലേ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട. ഈ പ്രചരണ സമയങ്ങളിൽ നമ്മൾ മുമ്പ് ഈ പ്രാദേശികവാദത്തിൻ്റെ, അതായത് ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയ്ക്ക് ആൾക്കാരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വരും. നിങ്ങൾ പറഞ്ഞത് മാറ്റി പറയുകയല്ലേ? നമ്മൾ പറഞ്ഞതല്ല മാറ്റി പറയുന്നത്. നമ്മൾ മുമ്പ് പാലക്കാടെന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് പ്രാദേശികവാദം അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ നമ്മളൊരു എന്താ പറയണ്ടേ, ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയോ ആ സ്ഥാനാർത്ഥിയെ പുകഴ്ത്തുകയോ അല്ല നമ്മൾ ചെയ്തത്. നമ്മൾ പറഞ്ഞത് പാലക്കാട് BJPക്കുള്ള സാധ്യതകൾ, കോൺഗ്രസിൻ്റെ സാധ്യതകൾ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ നമ്മളവിടെ കൃത്യമായിട്ടും പറഞ്ഞു പാലക്കാട് ഒരു പ്രാദേശിക വാദമുണ്ട്, ആ വാദം ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അത് ആ പ്രാദേശികവാദത്തിന് ഒരു പ്രസക്തിയും ഉണ്ടായില്ല എന്നല്ലേ തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ഈ പ്രചരണ സമയത്തെല്ലാം BJPന്റെ ഭാഗത്തുനിന്ന് വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഈ കോൺഗ്രസ് നടത്തിയ രീതിയിലുള്ള വലിയ റാലികളോ അത്തരം കാര്യങ്ങളൊന്നും BJPന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പ്രധാന നേതാക്കളൊന്നും ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാജയത്തിൻ്റെ കാരണമായിട്ടുണ്ടാവില്ലേ? അല്ല, അതിന് പരാജയത്തിൻ്റെ കാരണമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു സ്ഥാനാർത്ഥി നിർണയം തൊട്ടേ തിരഞ്ഞെടുപ്പ് ജയപരാജയങ്ങൾ വ്യക്തമാകുകയാണ്. ഇവിടെ സ്ഥാനാർത്ഥി പറ്റിയൊരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്നല്ലേ തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും അല്ലേ? 2, BJPയുടെ ക്യാമ്പയിൻ, നിങ്ങൾ പറഞ്ഞതുപോലെ ക്യാമ്പയിനകത്ത് 1-2 പിഴവുകൾ വന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. ദേശീയ നേതാക്കൾ പാലക്കാടേക്ക് വന്നില്ല. വളരെ കാര്യമായിട്ട് വളരെ കുറച്ച് പേരൊക്കെ വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു രാജ്നാഥ് സിംഗിനെ പോലെ തലയെടുപ്പുള്ള നേതാവ് സുരേഷ് ഗോപി വന്നു. സുരേഷ് ഗോപി അവിടെ പോയിരുന്നു. പക്ഷേ സുരേഷ് ഗോപി പോരാ. അതിനൊക്കെ അപ്പുറത്ത് ജനം ആഗ്രഹിക്കുന്നത് രാജ്നാഥ് സിംഗിനെ, പാർട്ടി പ്രവർത്തകരിൽ തന്നെ ഒരു ആത്മവിശ്വാസം കൊടുക്കണ്ടേ, ആവേശം കൊടുക്കണ്ടേ. അതിന് സത്യത്തിൽ ഒരു പക്ഷേ നരേന്ദ്രമോദി ഒന്ന് അവിടെ വന്ന്, അദ്ദേഹം ഇങ്ങനത്തെ ഉപതെരഞ്ഞെടുപ്പിലൊന്നും വരില്ല, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും അമിത്ഷാ എങ്കിലും അവിടെ ഒന്ന് വന്നിട്ട് പോയിരുന്നെങ്കിൽ ഇത്രയും കനത്ത ഒരു ആഘാതം BJPക്ക് കിട്ടില്ലായിരുന്നു. അതൊരു സത്യമാണ്. ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം സംസ്ഥാന പ്രസിഡന്റിൻ്റെയും കൂട്ടരുടെയും ചുമതലയിലാണ് നടക്കുന്നത്. കേന്ദ്രത്തിന് അതിനകത്ത് വലിയ റോള് അവരെടുക്കാറില്ല. ഇവിടുന്ന് ഒരു സ്ഥാനാർത്ഥിയെ പേര് കൊടുത്തു, 2-3 പേരുടെ പേരുകൾ കൊടുത്തു. അതിലേറ്റവും ഉചിതമെന്ന് തോന്നിയ ആളിനെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ കൂടി താല്പര്യത്തോടു കൂടി കേന്ദ്രം അനൗൺസ് ചെയ്തു, പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് സംഭവിക്കുക സാധാരണ. അതിവിടെയും സംഭവിച്ചു. പക്ഷേ ആ സ്ഥാനാർത്ഥി നിർണയം തന്നെ പാളിപ്പോയി എന്നല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സുരേന്ദ്രൻ്റെ നിക്ഷിപ്തമാണ്. അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കനത്ത തോൽവി BJPക്ക് ഉണ്ടാവുന്ന ഈ ഒരു ഘട്ടത്തിൽ പോലും അവരെ ന്യായീകരിക്കാനും തെറ്റുകളെ മനസ്സിലാക്കാതെ അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഒരുപാട് ആളുകളുണ്ട്. അവർ ശരിക്കും ഒരുപാട് പ്രവർത്തകർ തന്നെയുണ്ട്. ഇത്തരം ആളുകളെ യഥാർത്ഥത്തിൽ BJPക്ക് ദോഷമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അല്ലേ? അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും BJPക്കാർ ആത്മപരിശോധന നടത്തണം, അവർ സംഘടനാപരമായ പരിശോധന നടത്തണം. താഴെത്തട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ വോട്ട് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൂലങ്കഷമായി ചിന്തിച്ച് ഉത്തരം കണ്ടെത്തി തിരുത്തലുകൾ വരുത്തിയില്ലെങ്കിൽ പാലക്കാട് ഇനി അടുത്ത കാലത്തെങ്ങും BJPക്ക് ജയിക്കാൻ പറ്റില്ല. വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ്. 2025 ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. ഈ 1 വർഷം കൊണ്ട് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി BJPക്ക് നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നാണ് BJP ആദ്യം പരിശോധിക്കേണ്ടത്.
കാരണം മുനിസിപ്പാലിറ്റി പ്രദേശത്തു നിന്ന് കാര്യമായിട്ട് ആ ഭാഗത്തുനിന്ന് വോട്ട് BJPക്ക് കിട്ടുമെന്ന് കിട്ടിയിട്ടില്ല. നമ്മൾ പോലും പറഞ്ഞിരുന്നു. അതെ, പക്ഷെ അത് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അവിടെയും രാഹുൽ ലീഡ് ചെയ്തു. ഒരു ചെറിയൊരു ഓളം ഉണ്ടാക്കാൻ പോലും കൃഷ്ണകുമാറിന് സാധിച്ചില്ല. അല്ലെങ്കിൽ ഒരു ചെറിയ ഭൂരിപക്ഷം മാത്രമേ കൃഷ്ണകുമാറിന് ഇടയ്ക്ക് അവിടെ ലീഡ് കിട്ടിയുള്ളൂ. മറിച്ച് അത് വളരെ പെട്ടെന്ന് തന്നെ രാഹുൽ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പാർട്ടി ആത്മപരിശോധന നടത്തണം. സത്യസന്ധമായിട്ട് അത് പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തിയാൽ BJPക്ക് നല്ല. അതായത് ചേട്ടൻ പറയുന്നത് കേവലമായിട്ടുള്ളൊരു ന്യായീകരണമല്ല, ഒന്നും പാടില്ല. കൃത്യമായ, അതായത് പുറമേ ഉള്ള തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല, ആഴത്തിലുള്ള ശസ്ത്രക്രിയ തന്നെ പാർട്ടിക്ക് വേണം. ഇതിൽ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിലിപ്പം നമ്മുടെ സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ വന്നു. അദ്ദേഹം കെ സുരേന്ദ്രന് നേരെ ഒരു വ്യക്തി വൈരാഗ്യമാണ് തീർക്കുന്നതെന്ന് അത് കേൾക്കുന്ന കുറേ പരസ്പരമുള്ള നേതാക്കളുടെ ആരോപണ പ്രത്യാരോപണങ്ങളായിട്ട് കരുതിയാൽ മതി. കാരണം 2014 ശേഷം BJPക്ക് വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒരു പാർട്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല അധികാരത്തിൽ വരിക. മെല്ലനെ, വളരെ മെല്ലനെ ആളുകളുടെ മനസ്സിനെ മുഴുവൻ സ്വാധീനിച്ച് ആ രീതിയിലാണ് അധികാരത്തിൽ ക്രമാനുഗതമായി വളർന്ന് വിജയിച്ചു വരണം. പെട്ടെന്നുണ്ടാവുന്ന അധികാരം വളരെ പെട്ടെന്ന് ഇല്ലാതായി നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ആ ഒരു ഘട്ടത്തിൽ 14 ശേഷം വലിയ വോട്ട് ഷെയർ ക്രമാനുഗതമായി കൂടി വരികയാണ് BJP. കുറ്റം പറയാൻ പറ്റുമോ? അല്ല, അതാണ് ആ ക്രമാനുഗതമായ വളർച്ചയ്ക്ക് ഒരു ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ. അതെന്തുകൊണ്ട് സംഭവിച്ചു? അതിന് സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ മറുപടി പറഞ്ഞേ മതിയാവും. അതെ, എന്തായാലും നമുക്ക് കാത്തിരിക്കാം.